ഉമ്മയോടും ഭാര്യയോടും ദീനിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ ഭാര്യയാണ്, ഭാര്യ ഭാര്യയാണ്. ഉമ്മയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം, ഭാര്യയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം. ഉമ്മാക്ക് വേണ്ടി ഭാര്യ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി നിനക്ക് ഒത്തു പോകണമെങ്കിൽ ഉമ്മാക്കാണ് ഒന്നാം സ്ഥാനം. ആണിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം ഉമ്മാക്കാണ്. ഭാര്യയെക്കാളേറെ അവന്റെ കാര്യത്തിൽ ഗുണകാംക്ഷി ഉമ്മയാണ്. ഭാര്യയെക്കാളേറെ അവന് കടപ്പാടുള്ളത് ഉമ്മയോടാണ്. ഭാര്യ തൊലാക്കില്ലാൽ അന്യായി മാറും. ഉമ്മാന്റെ ജീവിതത്തിൽ അന്യാക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഉമ്മ കാഫിറാണെങ്കിൽ പോലും കൂടെ നിർത്തി എല്ലാ നന്മയും ചെയ്തു കൊടുക്കാൻ വേണ്ടത് ഭാര്യയാണെങ്കിൽ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, രണ്ടാം സ്ഥാനം ഉമ്മാക്ക്, മൂന്നാം സ്ഥാനം ഉമ്മാക്ക്. അത് കഴിഞ്ഞിട്ട് നാലാം സ്ഥാനം ബാപ്പാക്കും, അതും കഴിഞ്ഞിട്ടേതായാലും ഭാര്യക്കുണ്ടാവും. അവിടെ ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ഉറപ്പിക്കാന്നതെന്നാലും പറ്റുകയില്ല. രണ്ടും ഒന്നിച്ചു കൊണ്ടുവരാനാണ് വേണ്ടത്. ഭാര്യയോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇതിന്റെ ഉമ്മയാണ്. എന്ത് വന്നാലും ഉമ്മാനെ തള്ളിയിട്ട് എന്റെ കന്നെ കിട്ടുക ഓളെ മനസ്സിലാക്കി കൊടുത്താൽ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യ മൊത്തം ഒറ്റ കേൾക്കുമ്പോൾ എന്താ കാട്ടം, ഉമ്മാനെ കൂടെ കുടുങ്ങി നമുക്ക് വാടകയ്ക്ക് പോകാം, ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്താൽ പിന്നെ ആ ഭാര്യ നാശാവുന്ന ഒരു സംശയമാണ്. അപ്പൊ ഭാര്യ നാശം ഭാര്യയ്ക്ക് മനസ്സിലായി കിട്ടുന്നത്. ഞാൻ വെച്ച് എനിക്ക് എന്റെ അമ്മയും ബാപ്പാനായിട്ട് എന്തുള്ളൂ, ഉമ്മാനും ബാപ്പാനെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നിനും കൂട്ടിക്കൂടാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയാൽ അവ ഓളെ അമ്മയും കൂടെ മാറുന്നത്. അതാണ് വേണ്ടത്. ഭർത്താവിന്റെ ഉമ്മാനെ സ്വന്തമായിട്ട് കാണാൻ പറ്റും. അതാണ് ശരിക്കും വേണ്ടത്. എപ്പോൾ സംഭവിച്ചാലും ഉമ്മ എന്തെങ്കിലും പറയും. അപ്പോ ഓരോ സ്വകാര്യം എന്താ പറ്റുന്നത്, നമ്മൾ തൽക്കാലം ഫ്ലാറ്റിക്ക് പോയാലോ എവിടെ വാടകയ്ക്ക് എടുത്താലോ ഈ ചർച്ച തന്നെ അപകടമാണ്. ഞാൻ എന്തെങ്കിലും പറയും ജോലി അവിടെയാണ്, ബുദ്ധിമുട്ടാണ്, ഫ്ലാറ്റിൽ പോകാൻ സംഘാടനം പോണത്, ഉമ്മയത്തിന് രക്ഷപ്പെടാനാണ്. അത് പറ്റൂല. ഉമ്മയുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയില്ലതാണ്. കഅബയിൽ തവാഫ് നടക്കുമ്പോൾ ഒരാള് ഒരു ഉമ്മാനെ തോളിൽ കയറ്റി കാണാൻ തവാഫ് ചെയ്യുന്നുണ്ട്. സ്വഹാബിയുടെ കാലത്ത് തോളിട്ട് ഉമ്മാനെ താങ്ങി ഉമ്മാനും ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹുമായി കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്റെ ഉമ്മയാണ്, ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട കടപ്പാടുകൾ നിർവഹിച്ച് ജയിച്ചു. ഇബ്നു ഉമർ ഇല്ല, ഒരിക്കലുമില്ല, നിനക്ക് വേണ്ടി ഉമ്മ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിനെ പോലും ഇപ്പൊ ചെയ്യണമാവില്ല. അത്രയേറെ കടമകൾ ഉമ്മയോടുണ്ട്. അവിടെ ഉമ്മയാണ് ഒന്നാം സ്ഥാനം. അത് കയ്യട്ടെ ബാക്കി ആരുമുള്ളൂ. ഭാര്യയ്ക്ക് കൊടുക്കണ എല്ലാ അവകാശവും കൊടുക്കുക, അതിന് ഉമ്മ തടസ്സമാവില്ല. ഉമ്മ കൊടുക്കണ എല്ലാം അതും കൊടുക്കുക, അത് ഭാര്യ തടസ്സമാവില്ല. രണ്ടും നിലർത്തി മാന്യമായി അള്ളാനെ പേടിച്ച് കൈകാര്യം ചെയ്താൽ അതൊന്നും പ്രശ്നം പറ്റില്ല. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മാനെ ഒഴിവാക്കാനല്ല അറിയിക്കേണ്ടത്. ഒരു നിൽക്കും പറ്റില്ല, ഭാര്യ ഒഴിവാക്കാന്നല്ലാതെ ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റില്ല. ഉമർ ഖത്താബ് തന്റെ മകൻ കല്യാണം കഴിച്ചപ്പോ കുറച്ച് അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണായി. ആ പെണ്ണിട്ട് വന്നപ്പോ പിന്നെ ഫുൾ ടൈം പെണ്ണുങ്ങളൊപ്പം തീർക്കുന്നുണ്ട്. വാപ്പാക്ക് തോന്നി ബുദ്ധിമുട്ടാവുമല്ലോ, ഓളെ ദീനില്ലാതാവോ ഓളപ്പം കൂടിയിട്ട്. ഉമർ ഖത്താബ് പറഞ്ഞു ഓളെ തലാക്കടി കളയാണ്. അപ്പൊ മോന് പറഞ്ഞു അത് കഴിയില്ല, അത് തലാക്കാൻ പറ്റില്ലല്ലോ, വാപ്പ നിർബന്ധിക്കുക തലാക്കല്ല. അവസാനം നബിയുടെ അടുത്ത് കേസെത്തി. വാപ്പ ഇങ്ങനെ പറയാം, എന്താ കാട്ടു ചോദിച്ചു. നബി പറഞ്ഞു വാപ്പാനനുസരിച്ചോ. കാരണം വാപ്പ കാണുന്നത് ഇവന്റെ ഹൈറാണ്, ഓൻ കാണുന്നതോ ഓന്റെ കാഴ്ചപ്പാട് മാത്രമാണ്. വാപ്പാനനുസരിച്ചോ തലാക്കാൻ പറഞ്ഞു. ഷെയ്ഖ് അൽബാനിയോട് ചോദ്യം വരുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോ ഒരു വാപ്പ പറയണം ഉമ്മ പറയണം ഓളെ ഒഴിവാക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടില്ലേ, അത് ബുദ്ധിമുട്ടാവില്ല ചോദിച്ചു. ഷെയ്ഖ് അൽബാനി മറുപടി കാണാം, ഉമർ ഖത്താബിനെ പോലത്തെ വാപ്പയും ഇബ്നു ഉമറിനെ പോലത്തെ മോനും ആണെങ്കിൽ വാപ്പയെ അനുസരിക്കണം. അപ്പൊ എല്ലാ വാപ്പയും പറഞ്ഞനുസരിക്കണം എന്നല്ല. ഉമർ ഖത്താബ് തലാഖെല്ലാം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, തന്റെ മകന് ദീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക. അപ്പൊ അതിന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം അങ്ങനത്തെ വാപ്പ അങ്ങനത്തെ മോനുമാണെങ്കിൽ ആ വാപ്പ അനുസരിക്കുന്നതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി ഇത് കൊടുത്ത വിശദീകരണം. അപ്പൊ രണ്ടും ഒന്നിച്ചാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചിലരൊക്കെ ഈ കുടുംബജീവിതം വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ചില നാടകങ്ങളൊക്കെ വേണ്ടിവരും. ഭാര്യയും ഭർത്താവ് ഒത്താൽ മതി. ഞാൻ ഉമ്മാനും മുമ്പ് അന്നു ചീത്താൽ ഇട്ടൊന്നും വിചാരിച്ചാൽ മതി, ഉമ്മാക്ക് അത്രേ ഉണ്ടാവുള്ളൂ, ഉമ്മാക്ക് അത്രേ ഉള്ളൂ. ഉമ്മാനെ സംബന്ധിച്ച് എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പോകോ, ഓടൊപ്പം കൂടുമോ, ഇനിയിപ്പോൾ എന്നെ നോക്കൂല എന്നൊക്കെ ഒരു ബേജാറ് സ്വാഭാവികമായിട്ടും മാറ്റണം, പ്രത്യേകിച്ച് വാപ്പ മരിച്ചന്മാരാണെങ്കിൽ. അപ്പം ഉമ്മാക്ക് ബോധ്യപ്പെട്ട വലിയ നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുണ്ടോ, അത് ഉമ്മ എവിടെ പോവുകയാണെങ്കിൽ ഉമ്മാനെ ചോദിച്ചാൽ ഉമ്മ പറഞ്ഞാൽ പോകാം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അത്ര ആവശ്യമുള്ളൂ. തുറങ്ങുപായം മാറ്റി ഇറങ്ങിയിട്ട് ഉമ്മ പോയിട്ടുണ്ടെങ്കിൽ അത് വേദനയ്ക്കാരം ഉമ്മാക്ക്. ഉമ്മാനോട് ചോദിച്ചാൽ പോകുക, ഉമ്മ പറഞ്ഞമായി ചെയ്യുക. അന്ന് ഉമ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എന്തുണ്ടെങ്കിലും അന്നോട് ഉമ്മാനെ ചോദിച്ചോക്കെ, ഉമ്മ പറഞ്ഞാൽ ചെയ്യാം. ഉമ്മാക്ക് അതിന് വലിയ അംഗീകാരം പറഞ്ഞില്ല, ബാപ്പാക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഇപ്പം എന്തായാലും സാറി ഞാൻ പൊട്ട കേൾക്കും, എന്തെങ്കിലും വിഷമുണ്ടെങ്കിലും അപ്പം അതും ഉണ്ടില്ല, ആയിക്കോട്ടെ. ഉമ്മ അതല്ല, ഉമ്മക്ക് ഭയങ്കര വേദനയ്ക്കും. അപ്പം വരുമ്പോഴും പോകുമ്പോഴും കൊടുക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഉമ്മാനെ പരിഗണിക്കുക. അല്ല ഓളെ കാര്യം ഇപ്പോൾ ഓളെ കെട്ടിയ ശേഷം പിന്നെ അപ്പം ഞാനൊന്നും വേണ്ട എന്ന് ഉമ്മാക്ക് തോന്നൽ വരും. അത് വരുത്താതെക്കുക എന്നുള്ളതാണ് പുരുഷന്മാർ ചെയ്യേണ്ട ബാധ്യത. അത് ഭാര്യയും ഭർത്താവിൻ്റെ ഒത്തിട്ട് അങ്ങനെ ഉമ്മാനെ സ്നേഹിച്ചാൽ ഏത് ഉമ്മയും ഏറ്റവും നല്ല ഉമ്മാനായിട്ട് മാറും. ഒരു ഒപ്പം കൂടിയിട്ട് ഉമ്മാനെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതാണ് ഇല്ലാതെ പോകുന്നത് പലപ്പോഴും. ഉമ്മ ഒരു ഭാരമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിക്കൂടാ.